ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഞാൻ നാസിസം വീഡിയോസ് ഈ ചാനലിൽ കൂടുതലായിട്ട് ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ നാസിസം വീഡിയോസ് മാത്രം ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഈ അടുത്തായിട്ട് കമൻറ്റുകളായിട്ടും എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് പേര് ഇത് മുമ്പേ ചോദിക്കുന്നതാണ്. ഇത് ഒന്ന് രണ്ട് മെസ്സേജസ് ഇപ്പോൾ വന്നിട്ടുള്ളതിൽ നിങ്ങളോട് എടുത്ത് പറയണം എന്നെനിക്ക് തോന്നിയ ഒരു മെസ്സേജ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം പറയാം, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് തോന്നുന്നത്. അതിനൊപ്പം തന്നെ എടുത്തു പറയട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ വീഡിയോയുടെ അതിൽ പ്രത്യേകം പറയാനുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം, എന്തുകൊണ്ടാണ് ഞാൻ നാസിസം വീഡിയോസ് മാത്രം ചെയ്യുന്നത്, എന്തിനാണ് ഈ ചാനലിൽ ഇപ്പോൾ നാസിസം വീഡിയോസ് മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ചാനൽ ഞാൻ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് തുടങ്ങിയൊരു ചാനലാണ്. മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് കരുതി തുടങ്ങിയതാണ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ജേണിയുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ചാനലിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം, നിങ്ങൾ അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഞാൻ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇന്നറ്റൻറ്റീവ് ADHD ഉള്ള ഒരാളാണ് ഞാൻ. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇന്നറ്റൻറ്റീവ് ADHDയെ പറ്റിയിട്ടൊരു വീഡിയോ ഈ ചാനലിൽ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം, അതൊന്ന് കണ്ടു നോക്കുക. ഈ ചാനൽ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ എന്ന് പറയുന്നത് ഞാൻ നിർത്തിയതാണ്, ഞാൻ അവസാനിപ്പിച്ചതാണ്. ഇതിൻ്റെ ഇനി യൂട്യൂബിൽ ചാനൽ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ച് പൂർണ്ണമായിട്ട് ഞാൻ നിർത്തിയാണ് ഒരു സ്റ്റേജിൽ. കാരണം എനിക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ല, സാമ്പത്തികമായിട്ടുള്ള ഒരു തരത്തിലുള്ള സഹായവും ആരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല. എൻ്റെ സുഹൃത്തുക്കൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ പോലും എൻ്റെ ചാനൽ കാണാറില്ല. ഞാൻ ഈ ഒരു ടോപ്പിക്സാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു സ്റ്റേജിലപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് വന്നു. കാരണം പേഴ്സണലായിട്ടുള്ള റീസൺസ്, ഞാനിപ്പോഴും പേഴ്സണലി ഞാൻ ഈ ചാനലിൽ റിവീൽ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എനിക്ക് പല ആൾക്കാരിൽ നിന്നും കൺസെൻറ്റ് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടും എനിക്ക് പേഴ്സണലി ഞാൻ റെഡി അല്ല എന്ന് തോന്നാത്തതുകൊണ്ടാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അബ്യൂസ് സ്റ്റോറിയും അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിലെ ചില കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് പറ്റാത്തത്. അപ്പോൾ മുമ്പോട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ചാനൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എനിക്കത് ആ ബിസിനസ് ആക്ച്വലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് പരാജയപ്പെട്ട് ഞാൻ വളരെ ഡിപ്രഷനിലോട്ട് പോയി. വീണ്ടും ആദ്യത്തെ എൻ്റെ ഡിപ്രഷൻ സ്റ്റേജ് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ രണ്ടാമത് ലൈഫിലൊരു ഡിപ്രഷനിലോട്ട് പോയിട്ട്, എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് ആക്സിഡൻ്റലി ആണ് എനിക്ക് ഇന്നറ്റൻറ്റീവ് ADHD ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. പെട്ടെന്ന് ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി. കാരണം എനിക്ക് 13 വയസ്സ് മുതലേ ഇത് ഡെവലപ്പായി വന്നതാണ്. ഇതൊരു ഡെവലപ്മെൻറ്റൽ ഡിസേബിലിറ്റിയാണ് ഇന്നറ്റൻറ്റീവ് ADHD എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരാൾ ചെയ്യുന്നതിൻ്റെ പകുതി ശതമാനം മാത്രമേ എനിക്ക് ഫോക്കസ് ചെയ്യാനും കാര്യങ്ങളിൽ എന്താ പറയുക, ലൈഫ് ഓർഡറായിട്ട് കൊണ്ടുപോകാനും ബാക്കിയുള്ള ആൾക്കാരെ പോലെ, ഇപ്പോൾ ന്യൂറോട്ടിപ്പിക്കൽ ആൾക്കാരെ പോലെ വർക്ക് ചെയ്യാനായിട്ട് ഒരു ന്യൂറോ ഡൈവൻസ്ഡ് ആയിട്ടുള്ള എനിക്ക് സാധിക്കില്ല. ഒരു ആസ്പെർജേഴ്സും ഓട്ടിസവും ഒക്കെ വരുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഇന്നറ്റൻറ്റീവ് ADHD അല്ലെങ്കിൽ ADHD എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ താങ്ങി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ചാനലിപ്പോൾ നിലവിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് പേഴ്സണലായിട്ടുള്ള സ്ട്രഗിളുണ്ട് ഒരുപാട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള. അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കിയാൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ചാനലിൽ നിന്ന് നാസിസം വീഡിയോസ് ഇട്ടിട്ട് ഞാൻ പണം ഉണ്ടാക്കുകയാണ്, ഞാൻ ഒരുപാട് ലാഭം ഉണ്ടാക്കിയാണ്. ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ നാസിസം വീഡിയോസൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കുന്നു. ഇവർക്കൊക്കെ എന്ത് ഇതാണ് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് നാസിസം വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആരോപണം. അപ്പോൾ എനിക്കെതിരെ വന്നത്, എനിക്കൊരു റീസെൻ്റ് ആയിട്ടൊരു യൂട്യൂബർ ചെയ്ത വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അയാളുടെ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടാണ് എനിക്ക് ഒരാൾ, ഞാൻ വീഡിയോ കണ്ട ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണോ, നിങ്ങൾ തെറാപ്പിസ്റ്റ് ആണോ, നിങ്ങൾക്ക് എന്താണ് ഈ നാസിസത്തെ പറ്റിയിട്ട് വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഇതുള്ളത്, ഇതൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡയഗ്നോസ് ചെയ്യേണ്ട കാര്യമാണ്, അല്ല നിങ്ങളിങ്ങനെ പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്കൊന്നും ഇത് പറയാനുള്ള അർഹതയില്ല, അല്ലെങ്കിൽ യൂട്യൂബിലോ ChatGPTയിലോ എഴുതി കാണിക്കുന്നതല്ല നാസിസം, ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകൾ മാത്രം അവർ ഡയഗ്നോസ് ചെയ്യുന്നതാണ് നാസിസം, അങ്ങനെ വേണം ഇത് ചെയ്യാനായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ എസ്സേ ഒക്കെ എനിക്ക് എഴുതി അയച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഭീഷണിയൊക്കെ അത് ഞാൻ പിന്നെ പറയാം, അത് വേറൊരു കാര്യമാണ്. അപ്പം ഇതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ മെൻ്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എല്ലാ വീഡിയോകളിലും ടൈറ്റിൽ ഞാൻ എഴുതി കാണിക്കുന്നതാണ് ഞാൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ ഉള്ളത്. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻസിലും
ഞാൻ എഴുതിയിട്ടിട്ടുള്ളതാണ്. ഒരു മെന്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അവയർനെസ് സാധാരണക്കാരിലേക്ക് എത്തിച്ച് അവരെ ഒരു റൈറ്റ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് റൈറ്റ് ആയിട്ടുള്ള ഹെൽപ്പ് എടുക്കുന്ന രീതിയിലേക്ക് എക്യുപ്ഡ് ആക്കി കൊണ്ടുവരിക എന്നുള്ളൊരു ജോബാണ് ഒരു മെന്റൽ ഹെൽത്ത് അഡ്വക്കേറ്റിനുള്ളത്. മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വക്കസി എന്നത് തന്നെയാണ് ഈ ജോലി ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. മെന്റൽ ഹെൽത്ത് അവയർനെസ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ റെസ്പോൺസിബിലിറ്റി വേണ്ട ഒരു ജോബാണ്. കാരണം ഞാൻ എത്തിക്കേണ്ടത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള സയന്റിഫിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം, വെരിഫൈഡ് ആയിട്ടുള്ള നോളജ് ആയിരിക്കണം ഞാൻ എത്തിക്കേണ്ടത്. നോളജ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്. ഈ ഫാക്ട്സ് ബേസ്ഡ് ഓൺ വെരിഫൈഡ് ആയിട്ടുള്ള മെറ്റാ അനലിസ്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള നോളജിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ രീതിയിൽ ഓരോ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും അതിൽ ഫാക്ട്സ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. ഞാനത് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ പിറകിൽ ഒരു വലിയ പ്രോസസ്സ് തന്നെയുണ്ട്. ഞാൻ വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് പിന്നെയും ഉറപ്പുവരുത്തിയ ശേഷമാണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. എത്തിക്കുക എന്നുള്ള ജോലിയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എത്തിക്കുന്ന ഇൻഫർമേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാക്ട്സിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അത് എഴുതി അറിയിക്കാനും പോയിന്റ് ഔട്ട് ചെയ്യാനും ഉള്ള എല്ലാ വിധത്തിലുള്ള ഒരു ഇതുണ്ട്, സ്പേസ് ഇവിടെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ എഴുതി അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള കമന്റും അത് തിരുത്തിക്കൊണ്ടുള്ള ഒരു കമന്റ് പിൻ ചെയ്ത് തന്നെ ഈ ചാനലിന്റെ ഓരോ വീഡിയോയുടെയും അത് ചൂണ്ടിക്കാണിക്കുന്ന വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഞാൻ വെക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും വളരെ ഓപ്പൺ ആയിട്ടായിരിക്കും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ ഞാനൊരു ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് എത്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേരുണ്ട്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് നാർസിസിസം ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള നോളജ് നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇന്ന് എല്ലാവരുടെ ഫോണിലും ഉണ്ട്. എല്ലാവരും സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരുടെ ഫോണിലും ഗൂഗിൾ ഉണ്ട്, ChatGPT ഉണ്ട്, ഇതുപോലുള്ള AI പ്ലാറ്റ്ഫോംസ് എല്ലാം ഉണ്ട്. ഇത് വഴിയിട്ട് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണോ ഞാൻ പറഞ്ഞത് എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം നിങ്ങളുടെ ഫോണിലുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം എറർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഞാനത് ഓപ്പൺ ആയിട്ട് തിരുത്തുന്നതായിരിക്കും. ചിലരൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ ChatGPT നിന്ന് പഠിച്ചുകൊണ്ട് വരുന്നത്, ഗൂഗിളിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരുന്നതൊന്നും അല്ല ഫാക്റ്റ്. അല്ലെങ്കിൽ ഈ തെറാപ്പിസ്റ്റുകളും ലൈസൻസ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളും ഒക്കെ പഠിക്കുന്നത് വേറെ സോഴ്സസിലാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അല്ല അവർ പഠിക്കുന്നതെന്നൊക്കെയാണ് ചിലർ വാദിക്കുന്നത്. ഈ വാദമൊക്കെ ഞാൻ പറക്കേണ്ട വീഡിയോയിലും അങ്ങനെയുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ ഡിസ്ക്ലൈമർ വെച്ചിട്ടും എല്ലാവരെയും എത്തിക്കാൻ ശ്രമിക്കുന്നതും ലൈസൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള NPD അവയർനെസ് ഉള്ള തെറാപ്പിസ്റ്റുകളിലേക്ക് തന്നെയാണ്. അത് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി എമ്പതറ്റിക് ആയിട്ട് അത് മാനേജ് ചെയ്ത് ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന റൈറ്റ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ചാനലിൽ കൂടെ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വീഡിയോകളിലും ഞാൻ പറയാറുണ്ട് തെറാപ്പിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലേണ്ടതിനെ പറ്റിയിട്ടും ലൈസൻസ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിൻ്റെ കീഴിൽ മാത്രമേ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് മൾട്ടിപ്പിൾ ആയിട്ട് ഈ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും എഴുതി കാണിച്ചുകൊണ്ടും പിക്ചർ കാണിച്ചുകൊണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോകൾ സെൽഫ് ഡയഗ്നോസിസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ല. ഈ ചാനലിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഞാൻ എടുത്തു പറയുന്നതാണ്. ഇത് നിങ്ങളൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് വിക്ടിം ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട ഹെൽപ്പ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു ചാനലാണ്, അല്ലെങ്കിൽ ആ ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യുന്ന ചാനലാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എടുത്തു വെച്ചിട്ടുള്ള അനാലിസിസും അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകളും ഞാൻ ചെയ്യാത്തത്. അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ ചാനലിൽ ഒരുപാട് വ്യൂസ് കിട്ടിയേനെ, സബ്സ്ക്രൈബേഴ്സ് കിട്ടിയേനെ, ഒരുപാട് പൈസ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയേനെ. നിങ്ങൾ ഈ പറയുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പിറകിലുള്ള സ്ട്രഗിൾ ഒട്ടും അറിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം വളരെ തുച്ഛമായിട്ടുള്ള തുക ആഡ് റവന്യൂ ആണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത്. അത് 2 മാസത്തിൽ ഒരിക്കലാണ് ഒരു എമൗണ്ട് വരുന്നത്. നിങ്ങൾ ഈ ചാനലിൽ ചെയ്യുന്ന വീഡിയോസിന് എത്രയാണ് വ്യൂസ് കിട്ടുന്നതെന്ന് ഓരോ വീഡിയോസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ്. എത്ര സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ചാനലിനുള്ളത്. വളരെ ചെറിയ ചാനലാണ് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്. എനിക്ക് ഇതേ എഫേർട്ട്, ഇതേ റിസർച്ച്, ഇതേപോലെ റിസർച്ച് ചെയ്ത്, ഇതേപോലെ വീഡിയോ കൺസ്ട്രക്ട് ചെയ്ത്, അപ്ലോഡ് ചെയ്ത്, എഡിറ്റ് ചെയ്ത്, ഇങ്ങനെ പ്രസന്റ് ചെയ്ത് മറ്റൊരു ടോപ്പിക്കിലാണെങ്കിൽ, ഈ സോഷ്യൽ ഇഷ്യൂസിലാണെങ്കിൽ, ഈ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്നൊക്കെ അല്ലെങ്കിൽ ഫാക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഇരട്ടി എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്തിനാണ് ഞാൻ ഈ ചാനൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ അവയർനെസ് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അവയർനെസ് കിട്ടിയതിന് ശേഷം തന്നെയാണ് എല്ലാവരും തെറാപ്പി എടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ നാർസിസിസ്റ്റിക്
വിക്ടിമാണ് എന്ന് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടല്ല ആൾക്കാർ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ നാർസിസം എന്താണെന്ന് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടല്ല ആൾക്കാർ മനസ്സിലാക്കിയിട്ടത്. അത് മനസ്സിലാക്കി തന്നെയാണ് അവരുടെ അടുത്തേക്ക് തെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെയാണ് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. അങ്ങനെയുള്ള ചാനൽസ് ഉണ്ടായിരിക്കും. ഇത് ഇത്തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ലാതെ ഈ വിഷയം വളരെ ലാഘവത്തോടുകൂടി സംസാരിക്കുകയും അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഫാക്ട്സ് അല്ലാതെ അവർക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിച്ചെത്തിക്കുന്ന ചാനൽസ് ഉണ്ടായിരിക്കും എന്ന് കരുതി ഈ ചാനൽ അങ്ങനെയുള്ള ചാനലല്ല. അങ്ങനെയുള്ള ചാനലിൻ്റെ കാര്യമൊന്നും എൻ്റെ അടുത്ത് വന്ന് പറയേണ്ട കാര്യമോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് അയക്കേണ്ട കാര്യമില്ല. ഈ ചാനലിന് നടത്തിക്കൊണ്ട് പോകുന്നതിനിടയ്ക്ക് തന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഭീഷണികൾ വന്നിട്ടുണ്ട്. എന്നെ തട്ടിക്കളയും, എൻ്റെ വീട്ടിൻ്റെ അവിടെ ഞാൻ വന്ന് ഇപ്പോൾ ഇറങ്ങി വാടാ എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകൾ, എന്നുള്ള രീതിയിലുള്ള കോൾസ് എനിക്ക് വന്നിട്ടുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് റീസെൻ്റ്ലി എൻ്റെ തെറാപ്പിസ്റ്റിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. ഇതൊക്കെ ഈ ചാനൽ, ഈ ഒരു ചെറിയ ചാനൽ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്കുണ്ടായിക്കൊണ്ടിരിക്കണം. എനിക്കെന്താണ് ഇതിനകത്ത് നേട്ടം ഉണ്ടാവുന്നത്? ഞാൻ ഈ കൗൺസിലിങ്ങിനൊന്നും ഇവിടെ ആരെയൊന്നും പൈസ വാങ്ങിക്കുന്നില്ല. ഞാൻ അല്ലാതെ ഒരാളുടെ ഈ ചാനൽ വീഡിയോ കാണുന്ന ഒരാളുടെ ഞാൻ പേഴ്സണലി പൈസ ആദായം പറ്റിയിട്ടില്ല. ഈ യൂട്യൂബിൽ എല്ലാ യൂട്യൂബേഴ്സിനും കിട്ടുന്ന ആഡ് റവന്യൂ മാത്രമാണ് എനിക്കുള്ള വരുമാനം. എനിക്ക് ഈ ഡയഗ്നോസിസ് കഴിഞ്ഞ ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തെറാപ്പി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇങ്ങനെ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് അഡ്വക്കസി എന്ന് പറഞ്ഞ കാര്യം തെറാപ്പിസ്റ്റാണ് സജസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു ഫീൽഡ് ഓൾറെഡി അജയ്ക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, റിസർച്ച് ചെയ്യുന്ന ഏരിയ ഇതാണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ഇത് ട്രൈ ചെയ്തുകൂടാ എന്നൊരു സജഷൻ എന്നോട് വെക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് വളരെ നല്ലൊരു ഐഡിയ ആണ്. കാരണം എനിക്ക് ഏറ്റവും എന്താ പറയുക, എൻ്റെ ഒരു പർപ്പസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, എൻ്റെ വാല്യൂസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മേഖലയും കൂടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റഡ് ആയി ഇങ്ങനെ ഒരു ജോബ് ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഫർദറായിട്ട് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി ചാനലിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അങ്ങനെയാണ് നാർസിസം വീഡിയോസ്, ഒരു നാർസിസം വീഡിയോ ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. അത് ഒരുപാട് പേരിലേക്ക് ആ വീഡിയോ റീച്ച് ചെയ്തു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി. ശരിക്കും അവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് കുറച്ച് പേര് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ അനുഭവിച്ചതും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പുറം ഇത് എത്രത്തോളം അപകടകരമായിട്ടുള്ള രീതിയിൽ ഒരു മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞ ഓരോരുത്തരിൽ നിന്നുമാണ്. എനിക്ക് കുറച്ച് ദിവസം ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ആ അനുഭവങ്ങൾ കേട്ടിട്ട്. അവർക്ക് ഈ വീഡിയോസ് എത്രത്തോളം ആശ്വാസമാണെന്ന്, അവർക്ക് ഈ അറിവ് കിട്ടുന്നതിലൂടെ വേണ്ട ഹെൽപ്പ് എടുക്കാനുള്ള ആർജവും അവർക്ക് കിട്ടിയതും അവരവരുടെ അനുഭവങ്ങളും എന്നോട് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് ഈ വീഡിയോസൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അവരാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. അവരുടെ വേദനകൾ കണ്ടിട്ടാണ് ഞാനിത് നാർസിസം വീഡിയോസിന് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇതിൽ ഹെൽപ്പ് ആവശ്യമുണ്ട്, അവയർനെസ് ആവശ്യമുണ്ട്, സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനേബിളേഴ്സ് ആയിട്ട് നിൽക്കുന്നവർ പോലും ഒരുപാട് പേര് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് വന്ന ശേഷമാണ് ഞാൻ വീഡിയോസ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ അതിനിടയ്ക്ക് ഒരുപാട് കോർ റിസർച്ചസിൻ്റെ പിറകിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും വീഡിയോസിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇനി എനിക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന റിലീജിയനും കാസ്റ്റ് സിസ്റ്റവും പാട്രിയാർക്കിയും ഒക്കെ വളരെയധികം എന്താ പറയുക, ഈ നാർസിസ്റ്റുകളെ എനേബിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം നാർസിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അതിൻ്റെ പേരിൽ ഇപ്പോൾ എനിക്ക് വന്ന മെസ്സേജ് തന്നെ 1-2 നാർസിസ്റ്റ് ട്രേറ്റ് ഉള്ളവരൊന്നും NPD അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അത് എനിക്കും അറിയാം. 1-2 നാർസിസ്റ്റ് ട്രേറ്റ് ഉള്ളവരൊന്നും NPD അല്ല. ഞാൻ അങ്ങനെ തന്നെയാണ് വീഡിയോയിൽ പറഞ്ഞ് വീഡിയോസ് ചെയ്യാറ്. പക്ഷേ 1-2 നാർസിസ്റ്റ് ട്രേറ്റ് ഉള്ളവരെ പോലും എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ ചാനൽ തുടങ്ങിയത്. കാരണം 1-2 നാർസിസ്റ്റ് ട്രേറ്റ്സും അതെന്ത് നാർസിസ്റ്റ് ട്രേറ്റ് ആണ്, അതെങ്ങനെയാണ് അത് പ്രൊജക്റ്റഡ് ആയി കാണുന്നത്, അതെങ്ങനെയാണ് ഒരു സാധാരണ വ്യക്തിക്ക്, ഒരു എംപാത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ തുറന്നു കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ചാനൽ തുടങ്ങിയത്. അങ്ങനെ തന്നെയാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനൽ എനിക്ക് ഇത്രയും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിലും തുറന്നുകൊണ്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നത്. എന്താണ് എൻ്റെ ഊർജ്ജം എന്നുള്ളത് ഈ വീഡിയോകളുടെ കമൻറ്റ് സെക്ഷനിൽ വാങ്ങിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ വിളിക്കുന്ന 1-2 പേര്, എനിക്ക് മെസ്സേജ് അയക്കുന്ന കുറച്ച് പേര്, അവരവരുടെ ലൈഫിൽ ജെനുവിനായിട്ട് ഈ വീഡിയോകൾ കണ്ട ശേഷം അവർക്ക് അവയർനെസ് ഉണ്ടായെന്നും തെറാപ്പിസ്റ്റിനെ സമീപിച്ച് അവർ വേണ്ട ഹെൽപ്പ് എടുത്തു എന്നും അവർ ആ റിലേഷൻഷിപ്പുകളിൽ നിന്നും ഇത്രയും കാലം അവരനുഭവിച്ച ഇത്രയും ഭീകരമായിട്ടുള്ള വേദനകളിൽ നിന്നൊക്കെ അവർ ഹീലായി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്നെ അറിയിക്കുമ്പോൾ അത് കിട്ടുന്ന ഊർജ്ജം, അതിൽ നിന്ന് കിട്ടുന്ന
ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ ഒരു ജോലിക്കും മറ്റൊന്നിനും എനിക്ക് തരാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. അത് തന്നെയാണ് എൻ്റെ ഊർജ്ജം. ആ ഊർജ്ജം എത്രത്തോളം കാലം എന്നിൽ നിലനിൽക്കുമോ അത്രയും കാലം ഞാൻ ഈ വീഡിയോസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. മിക്കവാറും ചിലപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഒക്കെ ഇതിലുണ്ടായിരിക്കും. അവയർനെസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ അവയർനെസ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ വീഡിയോകളിൽ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു നിങ്ങളെ. തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കമൻറ്റ് അതൊരു ക്രിയാത്മകമായിട്ടുള്ള കമൻ്റ് ആണെങ്കിൽ, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ കമൻറ്റ് ഇവിടെ ഉണ്ടാവും, ആ കമൻറ്റ് റിപ്ലൈ ഇവിടെ ഉണ്ടാവും. അത് ഒരിക്കലും ഇവിടെ നിന്ന് പോവുകയില്ല. ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ കമൻറ്റ് കൃത്യമായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരിക്കും. അല്ലാതെ വേഗമായിട്ട് നിങ്ങൾക്ക് വായി തോന്നുന്നതിന് വിളിച്ച് പറയാനും അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും അങ്ങനെയുള്ള ഒരു കോൺവെർസേഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ളൊരു കോൺവെർസേഷൻ ഒരു തരത്തിലും എൻ്റെ വീഡിയോകളുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ അനുവദിക്കുന്നതല്ല. അത്തരത്തിൽ മിസ്ഇൻഫോർമേഷനുള്ള, മിസ്ലീഡിംഗ് ആയിട്ടുള്ള, മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കമൻസ് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കാണത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കമൻറ്റ് ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് ഉദ്ദേശമെങ്കിൽ അങ്ങനെ അത്തരത്തിലൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തി കളയാം, അല്ലെങ്കിൽ പേടിപ്പിച്ച് കളയാം, നിർത്തി കളയാം എന്നൊക്കെ ഉള്ള ധാരണയുണ്ടെങ്കിൽ വെറുതെ സമയം കളയരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നാർസിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നവരോട് നിങ്ങൾ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് നിർത്താൻ തയ്യാറാണോ? നിങ്ങൾ തെറാപ്പിയിലേക്ക് പോയിട്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾ ബാക്കിയുള്ളവർ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് തയ്യാറാണോ? അങ്ങനെയൊക്കെ നിങ്ങൾ ആവുന്ന കാലത്ത് ഞാൻ ഈ വീഡിയോ നിർത്താം. പിന്നെ ആദ്യം മുതലേ ഈ വീഡിയോസ് കാണുന്ന, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എന്നെ കൂടെ നിൽക്കുന്ന, ഇപ്പോഴും ഹീലിംഗ് ജേർണിയിലേക്ക് വന്നിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും മാത്രമാണ്, അതല്ലെങ്കിൽ ആ വാക്കുകളാണ് എൻ്റെ ഫ്യുവൽ എന്ന് പറയുന്നത്. ഓരോ ദിവസവും വീഡിയോകൾ ചെയ്യാനായിട്ട് വന്നിരിക്കുമ്പോൾ ഈ സ്ക്രിപ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളിലേക്ക് കണ്ടന്റ് എത്തിക്കാനായിട്ട് ഓരോരോ ഐഡിയാസ് ഇങ്ങനെ ആലോചിക്കുമ്പോഴൊക്കെ നിങ്ങളെ ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതാണ് ഞാൻ ആദ്യം പറയാമെന്ന് പറഞ്ഞൊരു കാര്യം. അതാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ താല്പര്യമുള്ള വീഡിയോസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും കൂടെയുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ ഇനി അങ്ങോട്ട് അസുഖമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അല്ലാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള വീഡിയോകൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ എന്നുള്ളതനുസരിച്ച് ഏറ്റവും കൂടുതൽ പേർക്ക് കാണാൻ താല്പര്യമുള്ള വീഡിയോ അതായിരിക്കും എന്നുള്ള ധാരണയിൽ അത്തരം വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ ചെയ്യാം. നമുക്കൊരു റൈറ്റ് തെറാപ്പിസ്റ്റിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും വളരെ പാടാണ്. ഒരു അമ്മാവൻ മൈൻഡ് സെറ്റ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന ആൾക്കാരെ, ഇതുപോലെ കാലത്തിനനുസരിച്ച് മാറാത്ത ആൾക്കാരെയൊന്നും നമുക്കിപ്പോൾ ഇതിന് നല്ലൊരു തെറാപ്പിസ്റ്റായിട്ട് വെക്കാനായിട്ട് സാധിക്കില്ല. ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് NPD റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ അത്രയും അപ്ഡേറ്റ് ആയിട്ടുള്ള, പിന്നെയും അവനവനെ തന്നെ പരിഷ്കരിക്കാൻ തയ്യാറായിട്ടുള്ള, നിങ്ങളെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള, നിങ്ങൾക്ക് എമ്പതറ്റിക് ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കണമല്ലോ തെറാപ്പിസ്റ്റ് എമ്പതി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ആവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ല തെറാപ്പിസ്റ്റുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് തെറാപ്പിസ്റ്റുകളെ കൂടി സജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നത്. എനിക്കറിയാവുന്ന നല്ല തെറാപ്പിസ്റ്റുകളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ നേരിട്ട് പോയി കാണുന്നതാണെങ്കിലും നിങ്ങൾ ഡയഗ്നോസിന് വേണ്ടി പോകുമ്പോൾ ഒരു തെറാപ്പിസ്റ്റ് 2 തെറാപ്പിസ്റ്റൊക്കെ കണ്ടിട്ട് നിങ്ങൾ നിർത്താതിരിക്കുക. സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ശരിയാണ്, ഇത്തരത്തിലുള്ള നമുക്ക് ബുദ്ധിമുട്ടാണ് നല്ല തെറാപ്പിസ്റ്റുകളെ കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു തെറാപ്പിസ്റ്റിലേക്ക് എത്തും. ഞാൻ തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പേഴ്സണലി 2 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ പല സ്റ്റേജസിൽ ഇതുപോലെ പല തെറാപ്പിസ്റ്റുകളെയും കണ്ടിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാതെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഞാൻ അവരിലേക്ക് എത്തിച്ചേർന്നു. അത് നമ്മളുടെ ഒരു ഓപ്പൺ മൈൻഡും അതിനകത്തൊരു ക്രിട്ടിക്കൽ ഫാക്ടറാണ്. കാരണം നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ തോട്ട് പാറ്റേൺസിനെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും തെറാപ്പി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിൽ തന്നെ തിരുത്തലുകൾ വരുത്താനും, നമ്മളിൽ തന്നെ വൾണറബിലിറ്റീസ് ഉണ്ടെന്നും അതൊക്കെ ചേഞ്ച് ചെയ്യാനും ഒക്കെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് തെറാപ്പിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം പേഷ്യൻസ് ഈ ഒരു തെറാപ്പി പ്രോസസ്സിൽ ആവശ്യമാണ്. ഒരു തെറാപ്യൂട്ടിക് ബോണ്ടിങ് നിങ്ങൾക്ക് തെറാപ്പിസ്റ്റുമായിട്ട് ഉണ്ടായി വരുന്നതിൽ, ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡായി വരുന്നതിനും, തെറാപ്പി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും, അതിൽ നിന്ന് ചേഞ്ചസ് ഉണ്ടാകുന്നതിനും ഒക്കെ നല്ല സമയമെടുക്കും. നല്ല പേഷ്യൻസ് ആവശ്യമാണ്. പേഷ്യൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, ആ ഒരു ക്വാളിറ്റി, ആ ഒരു വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള അങ്ങോട്ട് നിങ്ങളുടെ ഹീലിംഗ് ജേർണിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു കാര്യം, ഈ ഒരു തോട്ട്, ഈ ഒരു ഐഡിയ, ഈ ഒരു വിഷയം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം. കൂടുതൽ പേര് ഇതൊക്കെ അറിയണം. കൂടുതൽ പേര് ഇതൊക്കെ ചർച്ച ചെയ്യണം. മാക്സിമം നിങ്ങളാൽ കഴിയുന്ന ഒരു സപ്പോർട്ട് എനിക്ക് തരിക. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെല്ലാം നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അതൊക്കെ പരിഗണിച്ചുകൊണ്ട്
തുടർന്നുള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ആ വീഡിയോകളൊക്കെ വരുന്നവരേക്കും നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.